അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് പുരെ വിർച്വൽ ഫങ്ഷൻ ഇൻ C എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്, പുരെ വിർച്വൽ ഫങ്ഷൻ. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് പഠിക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓസ് വെർഷൻ 1110, G കമ്പൈലർ വെർഷൻ 461. ആദ്യം നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്ട് ക്ലാസ് എപ്പോഴും ബേസ് ക്ലാസ് ആണ്. അതിലൊരു പുരെ വിർച്വൽ ഫങ്ഷൻ എങ്കിലും അടങ്ങിയിരിക്കുന്നു. അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഇൻസ്റ്റൻസ് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി നമുക്ക് പുരെ വിർച്വൽ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു പുരെ വിർച്വൽ ഫങ്ഷൻ എന്നാൽ ബോഡി ഇല്ലാത്ത ഒരു ഫങ്ഷൻ ആണ്. ഇത് ബേസ് ക്ലാസ്സിൽ നിർവചിക്കുന്നില്ല. ഇത് ഡിക്ലയർ ചെയ്യുന്നത് വിർച്വൽ വോയിഡ് ആൻഡ് വിർച്വൽ ഫങ്ഷൻ നെയിം ഈക്വൽസ് 0. ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഫങ്ഷനെ ഓവർറൈഡ് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം കമ്പൈലർ എറർ ഉള്ളതായി കാണിക്കും. ഒരു ഫങ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിക്ഷിപ്തമാണ്. ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള കോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ ഫയലിന്റെ പേര് abstract.cpp. ഈ ഉദാഹരണത്തിൽ രണ്ട് സംഖ്യകളുടെ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നു. നമുക്ക് കോഡ് നോക്കാം. IOStream എന്നത് ഒരു ഹെഡർ ഫയലാണ്. ഇവിടെ നാം എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു. അബ്സ്ട്രാക്ട് ഇന്റർഫേസ് എന്ന ക്ലാസ്സിന്റെ ഡിക്ലറേഷൻ ആണിത്. ഇത് പബ്ലിക്ക് സ്പെസിഫയർ ആണ്. ഇവിടെ നമ്മൾ നംബർസ് എന്നൊരു വിർച്വൽ ഫങ്ഷൻ ഡിക്ലയർ ചെയ്തിരിക്കുന്നു. ഇത് ആരംഭിക്കുന്നത് 0 ആയിട്ടാണ്. ഇവിടെ നമുക്ക് നോൺ വിർച്വൽ ഫങ്ഷൻ ഉണ്ട്. അതുപോലെ ഇന്റിജർ വേരിയബിൾസ് ആയ aയും bയും. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫങ്ഷൻ ആക്സസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ a, b എന്നീ രണ്ട് സംഖ്യകൾ സ്വീകരിക്കുന്നു. ഇത് അഡ് എന്ന ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അബ്സ്ട്രാക്ട് ഇന്റർഫേസ് എന്ന ബേസ് ക്ലാസ്സിന്റെ എല്ലാ സവിശേഷതകളും ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നംബർസ് എന്ന ഫങ്ഷൻ ഓവർറൈഡ് ചെയ്യുന്നു. a, b എന്നീ രണ്ട് സംഖ്യകളുടെ അഡിഷൻ ചെയ്യുന്നു. റിസൾട്ട് സും എന്ന ഇന്റിജർ വേരിയബിളിൽ സൂക്ഷിക്കുന്നു. വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സബ് എന്ന ഒരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ട്. ഇതും ഇൻഹെറിറ്റ് ചെയ്യുന്നത് ബേസ് ക്ലാസ് ആയ അബ്സ്ട്രാക്ട് ഇന്റർഫേസിൽ നിന്നാണ്. ഇവിടെ നമ്മൾ വീണ്ടും നംബർസ് എന്ന ഫങ്ഷൻ ഓവർറൈഡ് ചെയ്യുന്നു. a, b എന്നീ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് കാണുന്നു. റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇവിടെ നമ്മൾ ക്ലാസ് addന് obj1 എന്ന ഒബ്ജക്ട് നിർമ്മിക്കുന്നു. ഒബ്ജക്ട് obj1 ഉപയോഗിച്ച് ഇൻപുട്ട് നംബർസ് എന്നീ രണ്ട് ഫങ്ഷൻസ് കാൾ ചെയ്യുന്നു. സബ് എന്ന ക്ലാസ്സിന് obj2 എന്നൊരു ഒബ്ജക്ട് നിർമ്മിക്കുന്നു. വീണ്ടും ഒബ്ജക്ട് obj2 ഉപയോഗിച്ച് ഇൻപുട്ട് നംബർസ് എന്നീ രണ്ട് ഫങ്ഷൻസ് കാൾ ചെയ്യുന്നു. ഇത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. കീബോർഡിൽ ഒരേ സമയത്ത് Ctrl Alt T കീകൾ അമർത്തി ടെർമിനൽ വിൻഡോ തുറക്കുക. കമ്പൈൽ ചെയ്യാൻ g സ്പേസ് abstract.cpp സ്പേസ് -o സ്പേസ് abs എന്ന് എഴുതുക. Enter അമർത്തുക. .abs എന്ന് ടൈപ്പ് ചെയ്യുക. Enter അമർത്തുക. നമ്മൾ കാണുന്നത് Enter the numbers. ഞാൻ കൊടുക്കുന്നത് 9, 4. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സും ഐഎസ് 13. വീണ്ടും നോക്കാം. Enter the numbers. ഞാൻ കൊടുക്കുന്നത് 8, 3. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫ് ഈസ് 5. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് അബ്സ്ട്രാക്ട് ക്ലാസ് ഉദാഹരണം ക്ലാസ് അബ്സ്ട്രാക്ട് ഇന്റർഫേസ്, പുരെ വിർച്വൽ ഫങ്ഷൻ ഉദാഹരണം വിർച്വൽ വോയിഡ് നംബർസ് ഈക്വൽസ് 0. നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റുഡെന്റ് എന്ന ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നിർമ്മിക്കുക. ഇൻഫോ എന്ന പുരെ വിർച്വൽ ഫങ്ഷൻ നിർമ്മിക്കുക. സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നംബർ എന്നിവ ഫങ്ഷനിൽ സ്വീകരിക്കുക. മാർക്സ്, സ്പോർട്സ് എന്ന രണ്ട് ഡിറൈവ്ഡ് ക്ലാസുകൾ നിർമ്മിക്കുക. മാർക്സ് എന്ന ക്ലാസ്സിൽ 3 സബ്ജക്റ്റിന്റെ മാർക്ക് സ്വീകരിക്കുക. സ്പോർട്സ് എന്ന ക്ലാസ്സിൽ സ്പോർട്സിലെ മാർക്ക് കൊടുക്കുക. ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക. റിസൾട്ട് എന്ന ഡിറൈവ്ഡ് ക്ലാസ് നിർമ്മിക്കുക. ഇതിൽ സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നംബർ, ടോട്ടൽ മാർക്സ് എന്നിവ കാണിക്കുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്.
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ജെയിൻ ജോസഫ്. ഞാൻ ദേവി സേനൻ, IIT ബോംബേ. നന്ദി.